എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുവാഹത്തിയിലെ ബർസാപാറ സ്റ്റേഡിയത്തിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ നടന്ന പോരാട്ടം കണ്ട ഓരോരുത്തരുടെയും രോമാഞ്ചം ഇനിയും മാറിയിട്ടുണ്ടാകില്ല. മഴയുടെ ഒളിച്ചുകളിക്കിടെ കളി തുടങ്ങിയപ്പോൾ മുംബൈയുടെ വമ്പൻ താരനിര രാജസ്ഥാനെ തകർത്തെറിയുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ പിന്നീട് മൈതാനത്തരങ്ങേറിയത് മുംബൈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായിരുന്നു. വെറും 11 ഓവറായി ചുരുക്കിയ ഈ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ യുവരക്തങ്ങൾ മുംബൈയുടെ ലോകോത്തര ബൌളിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തി. ഈ നാണം കെട്ട തോൽവിക്ക് ശേഷം മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഡ്രസ്സിംഗ് റൂമിൽ ശ്മശാന മൂകത പടർത്തുന്ന രീതിയിൽ സ്വന്തം ടീമിന്റെ പോരായ്മകളെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. മത്സരശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മൈക്കിന് മുന്നിലെത്തിയപ്പോൾ തോൽവിയുടെ കയ്പും നിരാശയും അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. യാതൊരു മറയുമില്ലാതെ അദ്ദേഹം തന്റെ സ്വന്തം ടീമിനെതിരെ കടുത്ത വാക്കുകളിൽ ആഞ്ഞടിച്ചു. ടീമിന്റെ ലജ്ജാകരമായ പോരായ്മകളെ തുറന്നുകാട്ടിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത് ഈ തോൽവി ഉൾക്കൊള്ളുക എന്നത് തനിക്കും ടീമിനും വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. ഇത്രയും മികച്ച പരിചയസമ്പന്നരായ സന്തുലിതമായ ഒരു ടീം ഉണ്ടായിട്ടും കഴിഞ്ഞ കളിയിൽ വരുത്തിയ അതേ കുട്ടിക്കളിയായ തെറ്റുകൾ വീണ്ടും മൈതാനത്ത് ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഈ സീസണിൽ കളിച്ച ആദ്യ 3 മത്സരങ്ങളിലെ രണ്ടാമത്തെ തോൽവിയാണിതെന്നും സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ ഇത്രത്തോളം തകർന്നു പോകുന്നു എന്നത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ബൌളിംഗ് നിരയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹാർദിക് തുടർന്നത് മത്സരത്തിന്റെ ആദ്യ പന്ത് മുതൽ തന്നെ തങ്ങൾക്ക് കളിയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. 11 ഓവർ മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എതിർ ടീമിനെ ഏറ്റവും കുറഞ്ഞ സ്കോറിൽ ഒതുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. എന്നാൽ ബൌളർമാർ ഇന്ന് തികച്ചും ദിശാബോധമില്ലാത്തതും അച്ചടക്കമില്ലാത്തതുമായ ബൌളിംഗാണ് കാഴ്ചവെച്ചതെന്ന് അദ്ദേഹം വിമർശിച്ചു. ട്രെന്റ് ബോൾട്ടും ജസ്പ്രീത് ബുംറയും പോലെയുള്ള ലോക 1-ാം നമ്പർ ബൌളർമാർ സ്വന്തം നിരയിലുണ്ട്. അവരുടെ പേര് കേട്ടാൽ ലോകം വിറയ്ക്കും. എന്നാൽ ഇന്ന് ആ ലോകോത്തര ബൌളർമാർ രാജസ്ഥാന്റെ യുവ ബാറ്റർമാരായ വൈഭവ് സൂര്യവംശിക്കും യശസ്വി ജയ്സ്വാളിനും മുന്നിൽ തികച്ചും നിസ്സഹായരായാണ് കാണപ്പെട്ടത്. ഏറ്റവും പരിചയസമ്പന്നരായ ബൌളർമാർ ഒരു 14 വയസ്സുകാരന് മുന്നിൽ സ്വന്തം ലൈനും ലെങ്തും പോലും മറന്ന് റൺസ് വാരിക്കോരി നൽകുന്നത് കാണേണ്ടി വന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ സങ്കടവും നിരാശയുമാണ് നൽകിയതെന്ന് അദ്ദേഹം വേദനയോടെ പറഞ്ഞു. ഹാർദിക്കിന്റെ ദേഷ്യം ബൌളിംഗിൽ മാത്രം ഒതുങ്ങിയില്ല. കടലാസിൽ പുലികളായിരിക്കുകയും മൈതാനത്ത് എടികളായി മാറുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു നിരാശ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. തൊണ്ട ശരിയാക്കിക്കൊണ്ട് കൂടുതൽ രൂക്ഷമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രശ്നം ബൌളിംഗിൽ മാത്രമായിരുന്നില്ല എന്നാണ്. ബാറ്റിംഗ് നിരയെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അവർ വല്ലാതെ നിരാശപ്പെടുത്തി. 11 ഓവറിൽ 150 റൺസ് എന്നത് തീർച്ചയായും വളരെ വലുതും വെല്ലുവിളി നിറഞ്ഞതുമായ ലക്ഷ്യമായിരുന്നുവെങ്കിലും തങ്ങളുടെ പക്കലുള്ള സ്ഫോടനാത്മകമായ ലോകോത്തര ബാറ്റിംഗ് നിരയെ വെച്ച് നോക്കുമ്പോൾ ഇത് അസാധ്യമായിരുന്നില്ല എന്നും ഏത് വലിയ സ്കോറും മറികടക്കാൻ കെൽപ്പുള്ള ഹിറ്റർമാർ തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തോൽവിയുടെ പ്രധാന കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഹാർദിക് കൂട്ടിച്ചേർത്തത് ആദ്യ 3 ഓവറുകൾക്കുള്ളിൽ തന്നെ റിയാൻ റിക്കൽട്ടൺ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ എന്നീ ബാറ്റിംഗ് നിരയിലെ ഏറ്റവും ശക്തരായ 3 നെടുന്തൂണുകളെ നഷ്ടപ്പെട്ടതാണ് തോൽവിയുടെ പ്രധാന കാരണമെന്നാണ്. ലോകോത്തരമായ ആദ്യ 3 ബാറ്റർമാർ ഇത്ര വേഗത്തിലും ഇത്രയും നിരുത്തരവാദിത്വവുമായി പവലിയനിലേക്ക് മടങ്ങുമ്പോൾ കളിയിലേക്ക് തിരിച്ചുവരാനുള്ള സാധ്യതകൾ അവിടെ അവസാനിക്കുകയാണെന്നും പിന്നീട് വിക്കറ്റ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും മറുവശത്ത് കുതിച്ചുയരുന്ന റൺ റേറ്റും കാരണം മധ്യനിരയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം വിലയിരുത്തി. ആ മാനസിക സമ്മർദ്ദം താങ്ങാൻ മിഡിൽ ഓർഡർ പരാജയപ്പെട്ടതോടെ മധ്യ ഓവറുകളിൽ തന്നെ മത്സരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തായെന്നും ഹാർദിക് വ്യക്തമാക്കി. മുംബൈ ഇന്ത്യൻസിന്റെ ഭാവി യാത്രയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം വാക്കുകളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് തന്റെ കളിക്കാർക്ക് വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകി. ഇവിടെ നിന്നുള്ള യാത്ര വളരെ കഠിനവും വെല്ലുവിളികൾ നിറഞ്ഞതുമായിരിക്കുമെന്നും ഇതേ രീതിയിലുള്ള ദിശാബോധമില്ലാത്ത ക്രിക്കറ്റ് തുടരുകയാണെങ്കിൽ ഈ വർഷം പ്ലേ ഓഫ് റേസിൽ നിന്ന് പുറത്താകാൻ അധികം സമയം വേണ്ടിവരില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു. എല്ലാ സുഖസൗകര്യങ്ങളും മാറ്റിവെച്ച് തയ്യാറെടുക്കേണ്ട സമയമാണെന്നും ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് എവിടെയാണ് പരാജയപ്പെടുന്നതെന്ന് ശാന്തമായി ആത്മപരിശോധന നടത്തണമെന്നും തെറ്റുകൾ തിരുത്താൻ IPL പോലൊരു ടൂർണമെന്റ് കൂടുതൽ അവസരങ്ങൾ നൽകില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അവസാനമായി വളരെ കർശനമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഈ ടൂർണമെന്റിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ഈ പഴയ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചേ തീരുമെന്നാണ്. മൈതാനത്ത് 11 വ്യത്യസ്ത കളിക്കാരെന്ന പോലെയല്ല, മറിച്ച് ഒരു സംഘടിത യൂണിറ്റായി പോരാടുകയും പ്രകടനം നടത്തുകയും വേണം. വലിയ പേരുകളും പഴയ റെക്കോർഡുകളും വെച്ച് മാത്രം ക്രിക്കറ്റ് മൈതാനത്ത് മത്സരങ്ങൾ ജയിക്കാനാവില്ല. ഇവിടെ ജയിക്കണമെങ്കിൽ പൊരിവെയിലിൽ വിയർപ്പൊഴുകുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം. അഭിമാഷമില്ലാതെ ചാമ്പ്യന്മാരാകാൻ കഴിയില്ല എന്നും അദ്ദേഹം തന്റെ കളിക്കാരോട് വ്യക്തമാക്കി. ഹാർദിക്കിന്റെ ഈ തീ പാറുന്ന പ്രതികരണം മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിനുള്ളിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ടീമിലെ മുതിർന്ന താരങ്ങളെ പോലും പരസ്യമായി വിമർശിച്ച ക്യാപ്റ്റന്റെ ഈ നടപടി വരും മത്സരങ്ങളിൽ ടീമിന്റെ ഒത്തൊരുമയെ എങ്ങനെ ബാധിക്കുമെന്നത് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുകയാണ്. ഹാർദിക്കിന്റെ ഈ വിമർശനത്തിന് ജസ്പ്രീത് ബുംറയും ട്രെന്റ് ബോൾട്ടും അടുത്ത മത്സരത്തിൽ തങ്ങളുടെ ബൌളുകൾ കൊണ്ട് മറുപടി പറയുമോ, രോഹിത് ശർമ്മയുടെ ബാറ്റുകൾ ഗർജിക്കുമോ, അതോ ഈ വിവാദങ്ങൾ മുംബൈയുടെ ഈ സീസൺ കൂടുതൽ വഷളാക്കുമോ എന്ന ചോദ്യങ്ങൾക്കുത്തരം കാലം തെളിയിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മുംബൈ ഇന്ത്യൻസിന്റെ ഈ തോൽവിക്ക് ബൌളർമാരെ കുറ്റം പറയുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്തു നിന്നും ശരിയായ നടപടിയാണോ, അതോ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിലാണോ പിഴവ് സംഭവിച്ചത്?
വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്നുള്ള ആ ബാറ്റിംഗ് പ്രകടനം മുംബൈയുടെ ഇതിഹാസങ്ങളെ ശരിക്കും ഭയപ്പെടുത്തിയോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മുംബൈ ഈ സീസണിൽ തിരിച്ചുവരുമോ അതോ ഈ വർഷവും അവർക്ക് നിരാശാജനകമായിരിക്കുമോ എന്ന് നിങ്ങളുടെ അഭിപ്രായം ഹാർദിക് റൈറ്റ് എന്നോ ടീം ഇഷ്യൂ എന്നോ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.